നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. നിയമസഭാ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ പുകയുന്ന തർക്കങ്ങൾ പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്. KPCC പ്രസിഡന്റ് K സുധാകരന് സീറ്റ് നിഷേധിക്കാനുള്ള ഹൈക്കമാൻഡ് നീക്കത്തിന് പിന്നിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ വ്യക്തമായ രാഷ്ട്രീയ അജണ്ടയാണെന്ന സൂചനകൾ ശക്തമാവുകയാണ്. MP-മാരെ നിയമസഭയിലേക്ക് മത്സരിപ്പിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിൽ കൂടുതൽ പിടിമുറുക്കുകയാണ് KCയുടെ ലക്ഷ്യമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത്. സുധാകരന് സീറ്റ് നൽകാതിരിക്കാൻ സമ്മർദ്ദം ശക്തമാകുന്ന നീക്കങ്ങൾക്ക് പിന്നിൽ കൃത്യമായ തിരക്കഥയുണ്ടെന്നാണ് വിലയിരുത്തൽ. എന്നാൽ കടുത്ത സമ്മർദ്ദത്തിനൊടുവിൽ സുധാകരൻ മത്സരിക്കാൻ അവസരം നേടുകയാണെങ്കിൽ അതേ മാതൃകയിൽ മറ്റ് MP-മാരെയും മത്സരത്തിലേക്ക് എത്തിക്കാനാകും. ഇതോടെ ആറ്റിങ്ങൽ MP അടൂർ പ്രകാശ് പോലുള്ള നേതാക്കളും മത്സര രംഗത്തിറങ്ങേണ്ട സാഹചര്യമുണ്ടായേക്കാം. അങ്ങനെ സംഭവിച്ചാൽ KC വേണുഗോപാലിനും ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാകാൻ വഴിയൊരുങ്ങും. ഇതിനിടയിൽ സുധാകരൻ ഇന്ന് ഡൽഹിയിലെത്തും. കണ്ണൂരിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നാണ് സൂചന. കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ട് നീങ്ങുകയാണ് KC വേണുഗോപാൽ എന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. അതേസമയം ഈ നീക്കങ്ങൾ പ്രതിപക്ഷ നേതാവ് VD സതീശിനെയും മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയെയും ആശ്വസ്തരാക്കിയിട്ടുണ്ട്. MP-മാർ കൂട്ടത്തോടെ നിയമസഭയിലേക്ക് മത്സരിക്കുകയാണെങ്കിൽ തങ്ങൾ ഇത്തവണ മത്സര രംഗത്തുണ്ടാകില്ലെന്ന നിലപാടാണ് ഇവർക്ക്. KCയുടെ നീക്കം ഇവരുടെ മുഖ്യമന്ത്രി സാധ്യതകളെ ബാധിക്കുമെന്ന ആശങ്കയാണ് ഇതിനു പിന്നിൽ. രണ്ടുപേരും മത്സരിക്കാതിരുന്നാൽ അത് കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് സാധ്യതകളെയും ബാധിക്കുമെന്നതാണ് വിലയിരുത്തൽ. UDF വിജയിച്ചാൽ KC വേണുഗോപാലിനെ മുൻനിർത്തിയുള്ള നീക്കങ്ങൾ പാർട്ടിയിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ തകർക്കുമെന്നാണ് ചിലരുടെ വിലയിരുത്തൽ. ഇതിന് പ്രതിരോധമായി ചെന്നിത്തലയും സതീശനും നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. KC വേണുഗോപാൽ മത്സരിക്കുകയാണെങ്കിൽ തങ്ങളെ സ്ഥാനാർത്ഥികളായി പരിഗണിക്കേണ്ട എന്ന നിലപാടിലാണ് ഇവർ. ഇത് മുമ്പേ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നാൽ സുധാകരൻ മത്സരിക്കുന്നതിൽ ഇവർക്ക് എതിർപ്പില്ല. MP-മാർ കൂട്ടത്തോടെ മത്സരിക്കുന്നതിനെയാണ് ഇവർ ശക്തമായി എതിർക്കുന്നത്. ഇത് KCയെ ലക്ഷ്യമിട്ടുള്ള നീക്കമാണെന്നതിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക് തേർഡ് ഐ ന്യൂസ്.